കഞ്ചിക്കോട്ടെ വിവാദ ബ്രൂവറിക്ക് സർക്കാർ നൽകിയത് പ്രാരംഭ അനുമതി മാത്രമെന്ന് ഉത്തരവ്. ജലചൂഷണം ഉണ്ടാവില്ലെന്ന എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടും അനുമതിക്ക് സഹായകമായി. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തെ അടിസ്ഥാനമാക്കിയാണ് ഒയാസിസ് ഗ്രൂപ്പിന് പ്രാരംഭ അനുമതി നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വൺ പുറത്തുവിട്ടു. ഫസ്റ്റ് ഓൺ മീഡിയ വൺ. എഥനോൾ പ്ലാന്റ്, മൾട്ടിഫീഡ് ഡിസ്റ്റലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യ ബോട്ടിലിംഗ് പ്ലാന്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവ അടങ്ങുന്നതാണ് ഒയാസിസ് ഗ്രൂപ്പിന്റെ പദ്ധതി. 4 ഘട്ടമായി നടപ്പിലാക്കുന്നത് 600 കോടി രൂപയുടെ പദ്ധതിയാണ്. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ 24 ഏക്കർ ഭൂമി കമ്പനിയുടെ കൈവശമുണ്ട്. പദ്ധതിക്ക് ആവശ്യമായ ജലം നൽകുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ അനുമതിയുണ്ടെന്നും ഒപ്പം റെയിൻ ഹാർവസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിക്കുകയും ചെയ്യും. അതിനാൽ ജലചൂഷണം ഉണ്ടാവില്ലെന്നും എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. അരി ഉപയോഗിക്കുമ്പോൾ ബ്രോക്കൺ റൈസ് മാത്രമേ പാടുള്ളൂ എന്ന നിബന്ധനയോടെയാണ് അനുമതി. വിവിധ കാർഷിക വിളകൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നതിനാൽ കാർഷിക മേഖലയിൽ വളർച്ചയുണ്ടാക്കുമെന്നും സർക്കാർ വിലയിരുത്തി. പുതിയ മദ്യനയത്തിൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന സ്പിരിറ്റ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുമെന്ന് വിശദീകരിക്കുന്നതും ഒയാസിസിന് അനുമതി നൽകുന്നതിന് കാരണമാക്കി. കഴിഞ്ഞ മദ്യനയത്തിൽ തന്നെ ബ്രൂവറികൾ അനുവദിക്കുമെന്ന തീരുമാനവും എടുത്തിരുന്നു. KR സാജു, മീഡിയ വൺ, തിരുവനന്തപുരം.